എൻ്റെ എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും നമസ്കാരം. ഞാനൊരു കൊച്ചു വിഷയം പറയാനായിട്ട് വന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും നല്ല മനുഷ്യരെ നമുക്ക് കൂടെ കിട്ടുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ പാർട്ണറായിട്ടായാലും അതല്ല സൗഹൃദങ്ങളായിട്ടാണെങ്കിലും നമ്മൾ സഹകരിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ജനങ്ങളിലായാലും നല്ല മനുഷ്യരെ കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ വലിയ സമ്പന്നരെ കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ വലിയ പേരും പ്രശസ്തിയുള്ള ആൾക്കാർ നമുക്ക് അടുപ്പമുള്ളവരാണെന്നിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് വലിയ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്ന് കരുതുന്നതോ ഒന്നുമല്ല. നല്ല മനുഷ്യരായിട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് ഒപ്പമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. അതായത് സെലിബ്രിറ്റിയോ ധനികരോ അല്ലെങ്കിൽ ഒരുപാട് കഴിവോ മികവോ ഒക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഒരാപത്ത് വരുമ്പം അവരിൽ മനുഷ്യത്വം ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് ആ കാര്യത്തിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും. ഏറ്റവും നല്ലൊരു മനുഷ്യനെയാണ് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കരൾ വകത്ത് തന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ ഞാൻ തകർന്ന് എൻ്റെ ജീവിതം നശിച്ച് തീരുമെന്ന് കണ്ടപ്പം എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യരെയാണ് എനിക്ക് സൗഹൃദങ്ങളായിട്ട് കിട്ടിയത്. അക്കാരണത്താലാണ് ഒരു മധ്യവയസ്സിലോട്ട് അടുത്തു പോയി ഞാൻ കരൾ രോഗം വന്ന് മരിച്ചു പോകുമെന്ന് കണ്ടപ്പം മരിക്കാൻ വിട്ടുകളയത്തില്ല നിന്നെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് എൻ്റെ നല്ല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് മഹത്തായ ആൾക്കാർ, ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ, വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ നമുക്ക് സൗഹൃദത്തിലും കുടുംബത്തിലും അംഗങ്ങളായിട്ടും അല്ലെങ്കിൽ നാട്ടിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനുഷ്യരായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ പോലും നമുക്കൊരാപത്ത് വന്നാൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാവർക്കും നല്ല മനുഷ്യരെ കിട്ടട്ടെ നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു.